ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കപ്പൽ സൗത്ത് ആഫ്രിക്ക കേപ്പ് ടൗൺ എത്തിയപ്പോൾ ഒരു മാസത്തെ ലോങ് ആങ്കറേജ്. പിന്നെ ഒന്നും നോക്കിയില്ല, സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഡർബൻ സിറ്റിക്ക് പറക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 4 ദിവസത്തെ ഷോർ ലീവ് വാങ്ങി ഞാൻ കപ്പലിൽ നിന്ന് ഇറങ്ങി കേപ്പ് ടൗൺ എയർപോർട്ടിലെത്തി ഡർബൺ ഫ്ലൈറ്റ് കയറി. ഡർബനിലുള്ള സീമൻ ക്ലബിൽ റൂം എടുത്തു. ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കോഫിയും കുടിച്ച് നേരെ ഉസാക്ക മറൈൻ വേൾഡ് പാർക്കിലേക്ക് വെച്ചു പിടിച്ചു. അങ്ങനെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കോഫിയും കുടിച്ച് ഞാൻ സീമൻ ക്ലബിലിരുന്നു. അപ്പോഴേക്കും ടാക്സി ഡ്രൈവർ എത്തി. ടാക്സി ഡ്രൈവർ ഒന്നും നോക്കാതെ പറന്നാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് അദ്ദേഹത്തിനും അദ്ദേഹം പറഞ്ഞ ഫ്രഞ്ച് എനിക്കും മനസ്സിലായില്ല. എന്നാലും സീമൻ ക്ലബിൽ നിന്നും 1 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ ഒസാക്ക മറൈൻ പാർക്കിലെത്തി. ഫ്രണ്ട്സ്, ഈ ഒസാക്ക മറൈൻ പാർക്ക് എന്ന് പറയുന്നത് കടൽ ജീവികളുടെ ഒരു വലിയ കലവറ തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോൾഫിൻ ഷോയും സീൽ ഷോയുമാണ്. ഇവിടെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിനെയെല്ലാം നോക്കാൻ സെപ്പറേറ്റ് ആളുകളുമുണ്ട്. ഡോൾഫിൻ്റെ ഷോ എന്ന് പറയുന്നത് കാണാൻ തന്നെ ഒരു വലിയ അരങ്ങാണ് ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഇതിനെയെല്ലാം ട്രെയിൻ ചെയ്യാനായി നിൽക്കുന്നത് നല്ല സുന്ദരികളായ പെൺകുട്ടികൾ. ഉസാക്ക മറൈൻ വേൾഡ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കലവറയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ്. ഇവിടെ വലിയ ഒരു ടൗൺഷിപ്പ് പോലെയാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഷാർക്ക് മ്യൂസിയം ഉണ്ട്, മറൈൻ അക്വേറിയം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളും സൗകര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാട്ടർ തീം പാർക്കിൽ കിടന്ന് കളിച്ചുല്ലസിക്കാൻ ഒരുപാട് ആളുകളാണ് വന്നു നിറയുന്നത് ഒരു ദിവസം. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ഒരു വിധത്തിലും ഉപദ്രവിക്കാത്ത നല്ല രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ കടൽ കുതിരയുണ്ട്, മുതലകളുണ്ട്, ആമകളുണ്ട്, ഷാർക്കുണ്ട്, അതുപോലെ തന്നെ വിവിധ ഇനം പാമ്പുകളുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഇവിടുത്തെ മ്യൂസിയം അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ നമ്മളെ പാടി ഉല്ലസിപ്പിക്കാൻ നർത്തകരും ഗായകരും റെഡിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ക്വാളിറ്റി വീഡിയോസ് നിങ്ങളുടെ മൊബൈലുകളിൽ എത്തുമ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷഭരിതരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്